ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രൂട്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-ഇയർ ഡിഗ്രി BSc മാത്സിന്റെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ ആൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 9. Let V1 equal to this column matrix, V2 equal to this, V3 equal to this and V4 equal to this. നമുക്ക് 4 കോളം മെട്രിക്സ് V1, V2, V3, V4 തന്നിട്ടുണ്ട്. Find a basis for the subspace W spanned by set V1, V2, V3, V4. ഈ V1, V2, V3, V4 എന്നുള്ള ഈ സെറ്റ് സ്പാൻ ചെയ്തിട്ടുണ്ടാവുന്ന W എന്നുള്ള സബ്സ്പേസ്, ആ സബ്സ്പേസിന്റെ ഒരു ബേസിസ് നമ്മൾ ഫൈൻഡ് ചെയ്യാം. അപ്പൊ ഈ വെക്ടേഴ്സ് സ്പാൻ ചെയ്തിട്ടുണ്ടാവുന്ന സബ്സ്പേസ് Wന്റെ ബേസിസ് ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് ഈ 4 കോളം വെക്ടേഴ്സിനെ ഒരുമിച്ച് വെച്ചിട്ട് A എന്നുള്ള മെട്രിക്സ് ഫോം ചെയ്യും. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് കോളമാണ് ഇത്, സെക്കൻഡ് കോളമാണ് ഇത്, തേർഡ് കോളമാണ് ഇവിടെ കാണുന്നത്, ഇതാണ് ഫോർത്ത് കോളം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യാം, റോ റെഡ്യൂസ് ചെയ്യാം. ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് 1 ആണ്. അതിന്റെ താഴേക്കുള്ള ഈ രണ്ട് എലമെന്റ്സ് സീറോ ആക്കാം. ഇവിടെ സീറോ ആയത് കാണാം. അതിനനുസരിച്ച് ഈ രണ്ട് റോയില് ചേഞ്ചസ് വരും. ഇനി നമ്മൾ ഈ മെട്രിക്സിലെ രണ്ടാമത്തെ റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് 20 ആണ്. ഇതിന് താഴേക്കുള്ള എലമെന്റ് -25 നിങ്ങൾ എന്താക്കുക, സീറോ ആക്കുക. അതിനു മുമ്പ് ഈ റോനെ നമ്മൾ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോ 0/4 0, 20/4 5, 4/4 1, -20/4 -5. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഈ മെട്രിക്സ് കിട്ടി. ഇനി ഈ റോന്റെ താഴെയുള്ള ഈ റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് ഏതാണ്, 5 ആണ്. ഈ 5ന് താഴേക്കുള്ള എലമെന്റ് ഇവിടെ -25 ആണ്. അതിനെ നിങ്ങൾ സീറോ ആക്കാം. അതിനെ സീറോ ആക്കുമ്പോൾ ഈ റോ എന്ത് വരും, കംപ്ലീറ്റ് സീറോ എന്ന് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ A എന്നുള്ള മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഈ ഫോമിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ റെഡ്യൂസ് ആയി കിട്ടിയ മെട്രിക്സിന്റെ പിവോട്ട് കോളംസ് ചെക്ക് ചെയ്യാം. നോക്കൂ, അതിന് പിവോട്ട് എലമെന്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യാം. നോക്കൂ, ഈ ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് 1 ആണ്. അതിന് താഴേക്കുള്ള രണ്ട് എലമെന്റ്സ് സീറോ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ എലമെന്റ് 1 എന്താണ്, ഒരു പിവോട്ട് എലമെന്റ് ആണ്. അപ്പൊ ആ 1 ഉള്ള കോളം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളം എന്താണ്, പിവോട്ട് കോളം ആണ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് റോ എടുക്കാം. നെക്സ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് 5 ആണ്. അതിന് താഴേക്കുള്ള എല്ലാ എലമെന്റ്സും സീറോ ആണ്. അപ്പൊ ഈ 5 എന്നുള്ള എലമെന്റ് ഉള്ള കോളം അതേതാണ്, അത് സെക്കൻഡ് കോളമാണ്. അപ്പൊ ഈ 5 എന്നുള്ള എലമെന്റ് ഉള്ള സെക്കൻഡ് കോളം എന്താണ്, പിവോട്ട് കോളമാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യാം, തേർഡ് റോയില് സീറോ അല്ലാത്ത ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എല്ലാ എലമെന്റ്സും സീറോ ആണ്. അപ്പൊ നമുക്ക് ഇനി ഒരു പിവോട്ട് കോളം അല്ലെങ്കിൽ പിവോട്ട് എലമെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനി ഒരു പിവോട്ട് കോളം ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഫസ്റ്റ് രണ്ട് കോളംസ് ആണ് പിവോട്ട് കോളംസ്. അങ്ങനെയാണെങ്കിൽ ഈ റെഡ്യൂസ്ഡ് മെട്രിക്സിന്റെ പിവോട്ട് കോളംസ് ഫസ്റ്റും സെക്കൻഡും ആണെങ്കിൽ ഒറിജിനൽ മെട്രിക്സിന്റെ പിവോട്ട് കോളംസ് ഏതായിരിക്കും, ഫസ്റ്റും സെക്കൻഡും ആയിരിക്കും പിവോട്ട് കോളംസ്. സോ നമുക്ക് എന്ത് പറയാം, the first two columns of A are the pivot columns. First two columns are pivot columns and hence form a basis for column space of A equal to W. So നമുക്ക് എന്ത് പറയാം, ഈ രണ്ട് കോളംസ് W യുടെ ഒരു ബേസിസ് ഫോം ചെയ്യും. Hence set V1 V2 is a basis for W. So നമുക്ക് എന്ത് പറയാം, ഈ സെറ്റിലെ ആദ്യത്തെ രണ്ട് വെക്ടേഴ്സ് V1 V2 അതാണല്ലോ ഫസ്റ്റ് ടു കോളംസ്, അതെന്തായിരിക്കും, അത് W ന്റെ ഒരു ബേസിസ് ആയിരിക്കും.